15 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. ഡെസേർട്ടിൻ്റെ പേരാണ് ആപ്പിൾ ഖീർ. എന്ന് വെച്ചാൽ നമ്മുടെ സേമിയ പായസത്തിലോട്ട് ശർക്കര ആപ്പിളും ഒക്കെ ഇട്ട് എങ്ങനെ ഇരിക്കും അത് തന്നെ സംഭവം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാല്, 2 പാക്കറ്റ് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സേമിയ, റോസ്റ്റഡ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ഇട്ടിട്ട് ആ സേമിയ എല്ലാം വെന്ത് പാലൊന്ന് കുറുകുന്നിടം വരെ കുക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാനൊരു 2 ആപ്പിൾ തൊലി കഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നേ. ഇതൊന്ന് കുക്കാകുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ആപ്പിൾ ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് റൈസിൻസും കാഷ്യൂസും ആണ്. പിന്നെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിലും ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചേർക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. നമുക്ക് അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ഇവിടെ ഓക്കെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പാലിൻ്റെ സേമിയയുടെ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. സാധനം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സേമിയ പായസത്തിലോട്ട് നമ്മുടെ ശർക്കരയും ആപ്പിളും ഒക്കെ ഇടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട്. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ.